Okay, we are starting. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാന്ന് പറഞ്ഞല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ഹെഡിങ് ആയ റോമൻ ന്യൂമറൽസ് വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ അഡീഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. വാട്ട് യു മീൻ ബൈ അഡീഷൻ? അഡീഷൻ എന്താ? കൂട്ടൽ. അഡീഷൻ എന്ന് വെച്ചാല് കൂട്ടൽ, മലയാളത്തില് കൂട്ടുക. അതായത് രണ്ട് ഗ്രൂപ്പ് ഓഫ് തിങ്സ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട് അല്ലെ? ഒരു 10 ബോയ്സും 10 ഗേൾസും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം? രണ്ടും കൂടി ആഡ് ചെയ്യല്ലേ ചെയ്യുന്നേ? 10 + 10 20 സ്റ്റുഡൻസ് അല്ലേ? അപ്പൊ നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നമ്മൾ എന്തിനാ ചെയ്യുന്നേ? ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പേഴ്സ്. എന്തെങ്കിലും സാധനങ്ങളുടെ ടോട്ടൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു വിരലിൽ ഒരു കയ്യിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5 അല്ലേ? നെക്സ്റ്റോ 5. അപ്പൊ ടോട്ടൽ എത്രയായി? 1 2 3 4 5 6 7 8 9 10 അല്ലേ? 10 ഫിംഗേഴ്സ് ഉണ്ട്. ഈ 10 ഫിംഗേഴ്സ് നമുക്ക് എങ്ങനെ കിട്ടി? ഒരു കയ്യിലെ 5ഉം മറ്റേ കയ്യിലെ 5ഉം കൂടി നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 10 ഫിംഗേഴ്സ് കിട്ടിയത് അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അഡീഷൻ നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഒന്നാം ക്ലാസ് മുതലേ പഠിക്കുന്നതല്ലേ അഡീഷൻ? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നോ, ആരും ഉണ്ടാവില്ല, എന്തായാലും ഉണ്ടാവില്ല. എന്താ ജോമല് പഠിച്ചിട്ടില്ലേ അഡീഷൻ? ഉണ്ട്. അലൻ എന്താ ഡൗട്ട്? ഞാൻ UKG തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാ. ആഹാ, കണ്ടോ? UKG തൊട്ട് പഠിക്കുന്നുണ്ട് അഡീഷൻ. മിസ്സിന് തെറ്റിപ്പോയി. അപ്പൊ അഡീഷൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല അല്ലേ? നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഫിംഗേഴ്സ് വെച്ചിട്ടാണോ? എഴുതി കൂട്ടാൻ അറിയോ? 2 ഡിജിറ്റ് നമ്പേഴ്സ് കോളമായിട്ട് എഴുതിയിട്ട് കൂട്ടാൻ അറിയോ? ഓക്കെ, അത് നമുക്ക് ചെയ്യാം. നിങ്ങൾ പേജ് നമ്പർ 79 എടുത്ത് ചാപ്റ്റർ 2ന്റെ ഫസ്റ്റ് പേജ്. അവിടെ അഡീഷൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ അഡീഷൻ, 2 or more collections are put together and counted to find out how many there are in all. In addition, 2 or more collections are put together and counted to find out how many there are in all. That is addition. എന്താ addition എന്ന് പറഞ്ഞാല്? രണ്ടോ അതിലധികമോ കളക്ഷൻസ്, എന്തെങ്കിലും തിങ്സിന്റെ കളക്ഷൻ, അതിന്റെ ടോട്ടൽ അത് എത്രയുണ്ട്? ഇപ്പൊ 2 ഗ്രൂപ്പ് ആവാം, 3 ഗ്രൂപ്പ് ആവാം, 4 ഗ്രൂപ്പ് ആവാം. ആ ഗ്രൂപ്പ്സിന്റെ ഒക്കെ ടോട്ടൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? 6 ബട്ടർഫ്ലൈസിന്റെ ഒരു ഗ്രൂപ്പ്, ദെൻ 10 ബട്ടർഫ്ലൈസിന്റെ വേറൊരു ഗ്രൂപ്പ്. ടോട്ടൽ ഈസ് 6 + 10, that is equal to 16. There are 16 butterflies in total. Okay, അപ്പൊ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് കൗണ്ടിങ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന്റെ താഴെയുള്ള എക്സാമ്പിൾ നോക്കിയേ. അതിന് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? അഡീഷൻ ആസ് ഫോർവേഡ് കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് 31 + 7. 31നോട് നമുക്ക് 7 ആഡ് ചെയ്യണം. 7 മീൻസ് 7 ones. 7 തവണ 1 ആഡ് ചെയ്യണം. 31നോട് ഫസ്റ്റ് നമ്മൾ ഒരു 1 ആഡ് ചെയ്തു. എത്ര കിട്ടി? 32 കിട്ടി.
32 നോട് again we add 1. We get 33. Then again we add 1. We get 34. അപ്പൊ നമ്മളിപ്പോ 3 തവണ 1 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 34 കിട്ടി. പിന്നെയും നമ്മൾ 1 ആഡ് ചെയ്തു. 4 തവണയായി എത്ര കിട്ടി? 35 കിട്ടി. പിന്നെയും 1 ആഡ് ചെയ്തു. 5 times 1 ആഡ് ചെയ്തു 36 കിട്ടി. പിന്നെയും 1 ആഡ് ചെയ്തു 6 times 1 ആഡ് ചെയ്തു 37 കിട്ടി. At last 7 times 1 add ചെയ്തു we get 38. That means 31 plus 7 is equal to 38. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യാറുണ്ടോ എന്ന്. 31നോട് നമുക്ക് 7 ആഡ് ചെയ്യണം അല്ലേ? ഒന്ന് നോക്കിയേ, ഫിംഗറിൽ 7 എടുക്കുക. 31നോട് 7 ആഡ് ചെയ്യണം. 31, 32, 33, 34, 35, 36, 37, 38. അപ്പൊ 31നോട് 7 ആഡ് ചെയ്താൽ 38 കിട്ടി. അതായത് 7 ആഡ് ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 7 ones ആഡ് ചെയ്യുന്നതാണ് അല്ലെ? 7 means 7 ones. 7 ഒന്നുകൾ കൂടിയാലല്ലേ 7 ആവുന്നേ. അപ്പൊ നമ്മൾ 7 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് 7 ones ആഡ് ചെയ്യുന്നതല്ലേ? അപ്പൊ ഓരോ ഫിംഗറിനെ നമുക്ക് ഓരോ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഓരോ ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്താല് ആൻസർ കിട്ടും. അത് പക്ഷെ ചെറിയ ചെറിയ നമ്പേഴ്സ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. വലിയതൊക്കെ ആണെങ്കിൽ എഴുതിയിട്ട് തന്നെ ചെയ്യണം. അതിന് തൊട്ട് താഴെ എക്സസൈസ് 2.1 കണ്ടോ? ആഡ് യൂസിങ് ഫോർവേഡ് കൗണ്ടിങ്. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്തൊന്ന് എഴുതി. ആദ്യത്തെ 6 എണ്ണം മാത്രം ഒന്ന് ചെയ്തേ പെട്ടെന്ന്. ആദ്യത്തെ 6 എണ്ണത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. അതൊന്നും ചെയ്യാൻ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ. എന്താ എഡ്വിൻ? ടീച്ചർ, ഞാൻ 6 എണ്ണം ചെയ്തോ? ഇത്ര വേഗം? നേരത്തെ ചെയ്യാൻ തുടങ്ങിയോ? ഞാൻ ഫുള്ള് ചെയ്തോ? ആഹാ, ഞാൻ 6 എണ്ണല്ല ചെയ്യാൻ പറഞ്ഞുള്ളൂ. ഇറ്റ്സ് ഓക്കെ. എന്നാ ബാക്കിയുള്ളവർ ചെയ്യുമ്പോ വെറുതെ ഇരുന്നു അവിടെ. എന്തിനാ ചെയ്യാൻ പോയേ? ഓക്കെ, സിദ്ധാന്ത് ഫിനിഷ്ഡ്. Then Rilu finished. കൈസേ മോനെ ചെയ്തോ? ചെയ്യുന്നുണ്ടോ? യെസ്, ഫിനിഷ്ഡ്. Amy finished. Mohammad Shan, Johanna, Selna, Alan Matthew, Juliet. Then Adit, Toshin. ജോമൽ. ജുവൽ ചെയ്തില്ലേ മോളെ? ജോമലെ ചെയ്ത് കഴിഞ്ഞുള്ളൂ. ഓക്കെ, മിസ് ആൻസർ വായിക്കട്ടെ. ബെനീറ്റ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എല്ലാരും ചെയ്ത് കഴിഞ്ഞു തോന്നുന്നല്ലേ? മിസ് ആൻസർ വായിക്കാം. ശരിയാണെങ്കിൽ ഒന്ന് കൈ പൊന്തിക്കണേ. ആൻസർ ശരിയാണെങ്കിൽ ഫസ്റ്റ് വൺ 17 plus 4 21. ഓക്കെ, 18 plus 5 23. Okay, then 12 plus 6 18. Very good.
33 plus 9, 42. Okay, then 14 plus 2, 16. Okay, 15 plus 5, 20. Very good. ഇനി അടുത്ത ആറെണ്ണം കൂടി ചെയ്തോ. കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ചെയ്തോ. എഡിനോട് ആരാ നേരത്തെ ചെയ്യാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഇപ്പൊ വെറുതെ ഇരിക്കണ്ടെന്ന്. ഡയറക്റ്റ് ചെയ്യാൻ വിഷമമുണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ സൈഡിൽ തന്നെ താഴെ താഴെ എഴുതി കൂട്ടിക്കോട്ടോ. ആൻസർ പറയട്ടെ. ഓക്കെ, 50 പ്ലസ് 14, 64. ഓക്കെ, 29 പ്ലസ് 9, 38. 48 plus 4, 52. 22 plus 3, 25. Okay. 19 plus 11, 30. 30. 84 plus 13, 97. ശരിയാണോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത ആറെണ്ണം കൂടി ചെയ്തോ. നിങ്ങൾ നല്ല സ്പീഡാ, ചെയ്തോ. ക്ലാസ്സിൽ തന്നെ ചെയ്താൽ ഹോംവർക്ക് ഒഴിവാക്കാലോ. കഴിഞ്ഞോ? ആരൊക്കെ ചെയ്തു കഴിഞ്ഞു? ബെനീറ്റ, എഡ്വിൻ, റിലു, സെൽന, ആദിത്, എയ്മി, സിദ്ധാന്ത്, ജൂലിയറ്റ്, ഫാത്തിമ, കൈസ്, ടോഷിൻ, ജോമൽ, ജുവല് കഴിഞ്ഞില്ല തോന്നുന്നു. ജോമൽ, ആദിത്ത്, ജൊഹാന. ഓക്കെ, അപ്പൊ മിസ് ആൻസർ വായിക്കട്ടെ. കഴിഞ്ഞല്ലേ? Nineteen plus 8, sorry, 11 plus 8, 19. 79 plus 9, 88. 39 plus 11, 50. 31 plus 4, 35. 29 plus 8, 37. 10
സോറി 19 പ്ലസ് 10 29. ശരിയാണോ എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അഡീഷൻ വലിയ പ്രോബ്ലം ഇല്ല അല്ലേ? ഇനി നമുക്ക് നിങ്ങൾക്കിപ്പോ 1 digit numbers അറിയാം, 2 digit numbers അറിയാം, 3 digit numbers അറിയാം, 4 digit numbers അറിയാം. അറിയോ? 5 digit numbers അറിയോ? ഓക്കെ, 4 digit numbers വരെ നിങ്ങൾക്ക് ഇപ്പോ ശരിക്കും അറിയാലോ. എഴുതാനും വായിക്കാനും വേർഡ്സിൽ എഴുതാനും എല്ലാം അറിയാമെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അലൻ എന്താ ഡൗട്ട്? ലാസ്റ്റ് ലൈനിലെ ആൻസർ എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഒന്ന് പറയോ? 19 പ്ലസ് 10 ആ? ഈ ലാസ്റ്റ് ലൈനിലെ ഇത് ഫുള്ളും. അത് ഫുള്ളും ഒന്നുകൂടി പറഞ്ഞുതരാം. ആൻസർ മാത്രം വായിക്കാം. 19, 88, 50, 35, 37, 29. എനിക്ക് ഒരെണ്ണം തെറ്റിപ്പോയി. അത് സാറി, അത് കുഴപ്പമില്ല, ചെയ്യുമ്പോ തെറ്റുന്നൊക്കെ സാധാരണ. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ 4 digit നമ്പേഴ്സ് വരെ നമ്പേഴ്സ് എഴുതാനും വായിക്കാനും എല്ലാം അറിയാം. അപ്പൊ അതിന്റെ അഡീഷൻ കൂടി നമുക്ക് പഠിക്കണ്ടേ? 2 digit നമ്പേഴ്സിന്റെ അഡീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ് മീൻസ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. 3 digit നമ്പേഴ്സിനെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. 100 മുതലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് 4 digit നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിക്കണം അല്ലെ? ഒരു വ്യത്യാസവും ഇല്ല. 2 digit നമ്പേഴ്സ് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് സെയിം അതുപോലെ തന്നെയാണ് 3 digit നമ്പേഴ്സും 4 digit നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്യുന്നത്. പേജ് നമ്പർ 80 എടുത്ത എല്ലാരും. Addition of 3 and 4 digit numbers without carry over. With carry over without carry over നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് അതിന്റെ ക്യാരി ഓവർ ആയിട്ട് വരുന്ന ഒരു 1 ബാക്കി വരുന്ന 10 ബാക്കി വരുന്ന ആ 10നെ തൊട്ടടുത്ത 10ലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. എന്നിട്ട് ആ 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നു. പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഇല്ലാതെ ആരും പറയണ്ട ഞാനിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ 3 digit നമ്പേഴ്സിന്റെ അഡീഷൻ നോക്കാം. എക്സാമ്പിൾ 1, add 134 and 242. ടെക്സ്റ്റ് തന്നെ എല്ലാരും ഒന്ന് നോക്കിയേ. add 134 and 242. അപ്പൊ ഇത് നമ്മൾ എഴുതുമ്പോ ആഡ് ചെയ്യാൻ വേണ്ടി എഴുതുമ്പോ എങ്ങനെ എഴുതും? വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് എല്ലാം നേരെ നേരെ എഴുതും അല്ലെ? അഡീഷന്റെ സമയത്ത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. വൺസിന്റെ പ്ലേസിൽ എപ്പോഴും ഒരേ ലൈനിൽ വരണം. 10ന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് ഒരേ ലൈനിൽ വരണം. 100ന്റെ പ്ലേസിലുള്ളത് ഒരേ ലൈനിൽ വരണം. ആ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അതിന്റെ ആൻസറും മാറിപ്പോകും. സോ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ ഒരേ ലൈനില്, 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒരേ ലൈനില്, അങ്ങനെ വേണം എഴുതാൻ. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? 134 പ്ലസ് 242നെ വൺസിന്റെ പ്ലേസിലുള്ളത് 4ഉം 2ഉം നേരെ നേരെ, 3ഉം 4ഉം നേരെ നേരെ, 1ഉം 2ഉം നേരെ നേരെ. എന്നിട്ട് ആദ്യം എന്ത് ആഡ് ചെയ്യണം? We always start addition from the place of ones. എപ്പോഴും വൺസിന്റെ പ്ലേസിലാണ് നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? 4ഉം 2ഉം. അത് ആഡ് ചെയ്തിട്ട് ആൻസറിന് ആ 1ന്റെ പ്ലേസിൽ നേരെ താഴെ 4 + 2 6 എഴുതി. എഴുതിയിരിക്കുന്നത് കണ്ടോ? കണ്ടോ? ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യണം. 10ന്റെ പ്ലേസിൽ ഏതൊക്കെയാ വരണേ? 3 + 4 അല്ലേ? 3 + 4 ആഡ് ചെയ്താല് 7 കിട്ടും.
അത് നമ്മൾ എന്ത് ചെയ്തു? ആൻസറിൽ 10ന്റെ നേരെ എഴുതി. ഇനി ഏത് ബാക്കിയുണ്ട്? 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ബാക്കിയുണ്ട്. അത് 1 + 2. എത്രയാ 1 + 2? ഇറ്റ് ഈസ് 3. 3 എവിടെ എഴുതി? 100ന്റെ കോളത്തിൽ നേരെ താഴെ എഴുതി. അപ്പൊ എത്ര നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടി? 134 + 242 is equal to 376. 376. കണ്ടോ? അതേപോലെ 4 ഡിജിറ്റ് നമ്പേഴ്സ് രണ്ടെണ്ണം ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എക്സാമ്പിൾ 2. ആഡ് 2567 plus 1332. ഒരു വ്യത്യാസവും ഇല്ല. ഇതിൽ 1000ന്റെ പ്ലേസ് കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ 100ന്റെ പ്ലേസിൽ വരെ അതേപോലെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ലാസ്റ്റ് ആഡ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ 1ന്റെ പ്ലേസിൽ ആഡ് ചെയ്തു. 7 + 2 9. പിന്നെ 10ന്റെ പ്ലേസിലുള്ളത് 6 + 3 9. അത് കഴിഞ്ഞിട്ട് 100ന്റെ പ്ലേസിലുള്ള 5 + 3 8. ഏറ്റവും ലാസ്റ്റ് 1000ന്റെ പ്ലേസിലുള്ള 2 + 1 3. അപ്പൊ നമുക്ക് ടോട്ടൽ ആൻസർ എത്ര കിട്ടി? 2567 plus 1332 is equal to 3899. വിഷമമൊന്നുമില്ലല്ലോ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ? ഇല്ല. നിങ്ങൾക്ക് ക്യാരി ഓവർ വരുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. സിമ്പിൾ അഡീഷനിൽ വിത്തൗട്ട് ക്യാരി ഓവർ there will be no problem. അപ്പൊ 3 ഡിജിറ്റ് നമ്പേഴ്സും 4 ഡിജിറ്റ് നമ്പേഴ്സും ആഡ് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി ഹോംവർക്ക് വേണ്ട. പേജ് നമ്പർ 81 എക്സസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 8 ക്വസ്റ്റ്യൻ കണ്ടോ? കോൾ ആയിട്ട് എഴുതിയിട്ട് കണ്ടില്ലേ? ആ 8 എണ്ണം ടെക്സ്റ്റ് തന്നെ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. നോട്ടിലോട്ടൊന്നും എഴുതണ്ട. ടെക്സ്റ്റ് തന്നെ ആൻസർ ചെയ്ത സ്ഥലമില്ലേ? ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. പേജ് നമ്പർ 81 എക്സസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ആഡ്. അത് മാത്രം ചെയ്താൽ മതി ഹോംവർക്ക് ആയിട്ട്. റിലു ചെയ്തു കഴിഞ്ഞോ? എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വെക്കുവല്ലേ? നിങ്ങൾ കൊള്ളാലോ. അത് കുറേ ഇല്ല മോനെ, അത് വേണ്ട. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ടോഷനും ചെയ്ത് കഴിഞ്ഞു. ഇത് ബാക്കി എല്ലാരും ചെയ്യുന്നത് ഇറക്കാം. എന്നാ ഓക്കെ, നിങ്ങൾ ചെയ്തോ. ക്ലാസ്സിന് ആകെ 2-3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ആസിയ സഫ ഒന്നും മനസ്സിലായില്ല അല്ലേ? നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ചാപ്റ്റർ അഡീഷൻ. ഒന്നുമില്ല മോളെ, സിമ്പിൾ ആയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചത് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അതില് എക്സ്ട്രാ ഒന്ന് പറഞ്ഞത് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ്. അത് വ്യത്യാസമൊന്നുമില്ല. 3 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, എല്ലാരും ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തോ? ഇനി മാറ്റി വെക്കണ്ട. ഓക്കെ, ക്ലാസ് എൻഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. അപ്പൊ ഇപ്പൊ തന്നെ ആൻസർ എല്ലാവരുടെയും കിട്ടുമല്ലോ. ഓക്കെ, ബൈ.